Techhackwork പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അലൂമിനിയത്തിലെ ഹെവി സ്ലൈഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ ഒരു കട്ടിംഗ് എടുത്തതിന് ശേഷം സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഹോൾ അടിച്ചിട്ട് സ്ക്രൂ ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ ഒരു ഭാഗമൊക്കെ എടുത്ത് കാണിക്കുന്നതുകൊണ്ട് കാണാനും വൃത്തി കുറവാണ്. അപ്പോൾ നമ്മളിത് 45 കട്ട് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടമാകുന്നതിനെ തോന്നുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തുക. അപ്പോൾ താഴെ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ എനാബിൾ ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആവശ്യമായ അളവ് വെച്ചിട്ട് അതിൻ്റെ 1/8 ലൂസും വെച്ചിട്ട് ഫ്രെയിം മുറിച്ചടിക്കുക നമ്മൾ. അപ്പോൾ അതിന് ആവശ്യമായ മാർക്കിങ് 1/8 കുറച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആവശ്യമായ ലെങ്ത്ത് വരുന്നത് 43.58 ആണ്. അതിനകത്ത് ഒരു 1/8 കുറച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് എല്ലാം കട്ട് ചെയ്യണം. എല്ലാം അല്ലെങ്കിൽ ക്ലീറ്റ് എന്ന് പറയുന്ന സംഭവം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ക്ലീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മെഷായിട്ട് ഒരു പ്ലേ ഇല്ലാതെ തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ വന്നു കഴിഞ്ഞാൽ ഇത് സെറ്റായി കഴിഞ്ഞാൽ ഒരു പൊളച്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഫ്രെയിം. അപ്പോൾ അങ്ങനെ 4 മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിന് 4 ആവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മളതിന് സ്ക്രൂ ചെയ്തിട്ട് സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്കായിട്ട് 332 ഡ്രിൽ അടിച്ചതിന് ശേഷം ഈ പാൻ ഹെഡ് സ്ക്രൂ അല്ലെങ്കിൽ കൗണ്ടർ സിഗ് ഹെഡിൻ്റെ അരനാലിൻ്റെ സ്ക്രൂ ഉപയോഗിക്കുന്നത്. അതായത് 12 mm 4 mm ഡയമീറ്ററുള്ള സ്ക്രൂ. അപ്പോൾ ഇത് പാൻ ഹെഡ് ഉപയോഗിക്കുന്നവരുണ്ട്, പിന്നെ കൗണ്ടർ സിഗ് ഉപയോഗിക്കുന്നവരുണ്ട്. പാൻ ഹെഡാണ് കുറച്ചുകൂടി നല്ലത്, ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പാൻ ഹെഡാണ് നല്ലത്. അപ്പോൾ അതങ്ങനെ 4 സ്ക്രൂ ആണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്ന ഫ്രെയിമിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടി ആയാൽ നമ്മൾ 4 ഭാഗത്ത് ക്ലീറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീറ്റിൻ്റെ സൈസ് വരുന്നത് 1 ഇഞ്ച് × 1 ഇഞ്ച് സൈസ് വരുന്ന ക്ലീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൊടിക്ക് നമുക്ക് പുറത്തേക്ക് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ചരിച്ച് വെക്കുന്ന സമയത്ത് ചെറിയൊരു പൊടിക്ക് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാക്കണ്ട. നമ്മൾ ഈ 1/8 ലൂസ് വെക്കുന്ന ഒരളവിലേക്ക് വരുന്ന സമയത്ത് അവിടെ സെറ്റായി നിന്നോളും. അപ്പോൾ ക്ലീറ്റ് അടിച്ച് കഴിഞ്ഞതിൻ്റെ അടുത്തായിട്ട് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. സെറ്റാക്കുന്ന സമയത്ത് നേരത്തെ അടിച്ച പോലെ 4 സ്ക്രൂ നമ്മൾ അടിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് 2 സ്ക്രൂ മാത്രമേ അടിച്ചു കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ ഫിറ്റിങ്ങിൻ്റെ സമയത്താണ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് വന്നതിന് ശേഷം ഫ്രെയിം അഴിക്കുന്ന സമയത്ത് ഇത് സ്ക്രൂ അഴിച്ചിട്ട് പിന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ ലൂസായി പോകും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രെയിം സെറ്റാക്കി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ഈ ഗ്ലാസ് ഫ്രെയിമിന് ആവശ്യമായ അളവെടുക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടം ട്രാക്കിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ടോപ്പിൽ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗം വരുന്ന വരെയുള്ള അളവെടുക്കും. അപ്പോൾ അത് 54.75 കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി നമുക്ക് കുറച്ച് വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡ് അളക്കുന്ന സമയത്ത് സൈഡ് അളന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂട്ടി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 ഫ്രെയിമിൻ്റെത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ വരുന്നത് നമ്മൾ ഇങ്ങനെ ഫ്രെയിം വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ താഴ്ന്ന് ഹോൾസ് അടിച്ചതിന് ശേഷം ഒരു കട്ടിംഗ് ഒക്കെ എടുത്തിട്ട് ഈ 2 ഹോളിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മളിത് അങ്ങനെയല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോർണർ വെച്ചിട്ട് 45 ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ PVC കോർണർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ലാഭം തന്നെയാണ്. മറ്റേത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഫയൽ ചെയ്ത് 2 ഹോൾ അടിച്ച് എല്ലാം മേച്ചായി വന്നിട്ടില്ലെങ്കിൽ അത് അഴിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഇത് എല്ലാ സൈഡിലും പറ്റും. ലോക്ക് സൈഡിനും പറ്റും. അതുപോലെ തന്നെ ബോക്സ് സൈഡിന് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ ബോക്സ് സൈഡിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതേ കോർണറുണ്ട് ഈ ഒരു ഭാഗം കുറച്ച് വീതി കട്ട് ചെയ്ത് കൊടുക്കണം. അതൊന്ന് നമ്മൾ ആ മെഷീനിൽ തന്നെ നമ്മൾ അലൂമിനിയം കട്ട് ചെയ്യുന്ന മീറ്റർസ് പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് കയറി കിട്ടും. അപ്പോൾ മുന്നേ ചെയ്യുന്നവരെല്ലാം കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ താഴെ ഒരു ഹോൾ അടിച്ച് അടിയിലേക്കായിട്ട് ഒരു വി കട്ടിങ് എടുത്തിട്ട് നമ്മൾ നൈലോണിൽ വരുന്ന അല്ലെങ്കിൽ ടെഫ്ലോണിൽ വരുന്ന ഒരു വി ഷേപ്പിലുള്ളൊരു വീലല്ല ഒരു എന്താ പറയുക ഒരു വി ബ്ലോക്ക് പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഈ ട്രാക്കിന് ഇതായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിന് ആവശ്യമായിട്ട് വീലാണ് ഉപയോഗിക്കുന്നത്. വീല് 2-3 ക്വാളിറ്റി ഉണ്ട്. PVCയുടെ വരുന്നുണ്ട്, അകത്തേക്ക് കുഴിച്ച് വെക്കുന്ന ടൈപ്പ് ഉണ്ട്, പുറമേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് പുറമേക്ക് വരുന്ന TPI എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് തുറന്ന് കട്ട് ചെയ്യേണ്ട, അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ 45 mm ആണ് ഇതിൻ്റെ ഈ ടയറിൻ്റെ ആ ഒരു അളവിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഹൈറ്റ് കിട്ടിയിരിക്കുന്നത് 54.25 ഇഞ്ച് 139 സെൻറ്റിമീറ്റർ, വിടുത്ത് 108 സെൻറ്റിമീറ്റർ 42.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റിൽ ഈ ഒരു വീൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞില്ല 45 mm വരുന്നത് കൊണ്ട് ഹൈറ്റിൽ 16 mm ആണ് കുറച്ച് നോക്കേണ്ടത്. ടോട്ടൽ നമ്മൾ 45 കട്ട് ചെയ്യുന്ന സമയത്ത് 16 mm അല്ലെങ്കിൽ 1.6 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് സെൻറ്റിമീറ്ററിൽ വരുന്ന സമയത്ത് ഇഞ്ചിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് നോക്കേണ്ടത് 5/8 ഇഞ്ചാണ് കുറച്ച് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ 5/8 ഇഞ്ച് ഹൈറ്റ് പിന്നെ ഇഞ്ചിൽ കുറക്കുന്ന സമയത്തും MM കുറക്കുന്ന സമയത്ത് 16 mm അല്ലെങ്കിൽ 1.6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം 139 മൈനസ് 1.6 എന്ന് നോക്കാം. അപ്പോൾ ആ ഒരു അളവിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഏത് അളവെടുക്കുന്ന സമയത്ത് ഈ ഒരു അളവ് 1.6 സെൻറ്റിമീറ്റർ എന്നുള്ളതൊന്ന് ഓർത്താൽ മതി. അപ്പോൾ 137.4 സെൻറ്റിമീറ്ററാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ഇഞ്ചിൽ വരുന്ന സമയത്ത് 54.25 കിട്ടിയത് കൊണ്ട് തന്നെ
54.25 കിട്ടിയത് കൊണ്ട് അതിനകത്ത് നിന്ന് 5/8 കുറച്ച് കഴിഞ്ഞാൽ 54.18 ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അളവിലാണ് മുറിച്ചെടുക്കേണ്ടത്. നമ്മൾ ഹൈറ്റിൽ പ്ലേ ആണെന്ന് വെച്ചതെങ്കിൽ വിഡ്ത്തിൽ കൂട്ടി വെക്കുകയാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു ലോക്ക് പോയിട്ട് രണ്ടും കൂടി ലോക്കായി നിൽക്കേണ്ടത് കൊണ്ട് തന്നെ കൂട്ടി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ കൂട്ടി വെക്കേണ്ട അളവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് മൂവ് ചെയ്യേണ്ട അളവ് എന്ന് പറയുന്നത് ഈ ഒരു അളവാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്നല്ല നമുക്ക് 2 ഭാഗം ലോക്കാവുക. അപ്പോൾ ആ സമയത്ത് 6 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ മൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇഞ്ചിൽ പറയുന്ന സമയത്ത് 2.25 ഇഞ്ച് എന്നാണ് പറയൽ. കോമൺ ആയിട്ട് ഇങ്ങനെ വർക്കേഴ്സ് പറയുന്ന ഒരളവ് 2.25 ഇഞ്ച് കൂട്ടി വെക്കാനാണ്. അപ്പോൾ നമുക്ക് 2.25 ഇഞ്ച് കൂട്ടി വെച്ചാൽ നടക്കില്ല. 2.25 ഇഞ്ച് കൂട്ടി വെക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാൻ ഹെഡ് സ്ക്രൂവിൻ്റെ 2 ഭാഗവും ഈ ഫ്രെയിമിൻ്റെ ഗ്ലാസ് ഫ്രെയിമിൻ്റെ മുകളിൽ വരുന്ന ഒരു ഭാഗവും വരും. അതുപോലെ തന്നെ ഈ നമ്മളെ പിന്നെ ഈ ഫ്രെയിമിൻ്റെ അകത്തുള്ള സ്ക്രൂവിൻ്റെ ഹെഡും കൂടി വരും. അപ്പോൾ രണ്ടും കൂടി പോയി ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു 1 സെൻറ്റിമീറ്റർ ടോട്ടൽ കുറച്ച് വെക്കണം. അപ്പോൾ അങ്ങനെ 5 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ടാണ് ടോട്ടൽ മുറിക്കേണ്ടത്. അല്ലെങ്കിൽ 2 ഇഞ്ച് ആ ഒരളവ് കൂട്ടിയിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ വിടുത്ത് വരുന്ന സമയത്ത് നമ്മൾ സെൻറ്റിമീറ്ററിൽ പറയുമ്പോൾ 6 സെൻറ്റിമീറ്റർ കൂട്ടി വെക്കണം. അതുപോലെ തന്നെ പിന്നെ ഇഞ്ചിൽ പറയുന്ന സമയത്ത് 2.25 ഇഞ്ച്. അപ്പോൾ ഈ 2.25 ഇഞ്ചിൽ നിന്ന് 1/4 ഇഞ്ച് നമ്മൾ കുറച്ച് വെക്കാൻ വേണ്ടി പോയെന്ന്. അപ്പോൾ ഇങ്ങനെ കുറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 പാൻ ഹെഡിൻ്റെ ഈ ഹെഡിൻ്റെ ഹൈറ്റ് വരുന്ന സമയത്ത് രണ്ടും കൂടി കൂടിയിട്ട് ഒരു 3 6 mm വരും. അപ്പോൾ 6 mm എന്ന് പറഞ്ഞാൽ 1/4 ഇഞ്ച്. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ചാണ് നമ്മൾ കുറച്ച് വെക്കുന്നത്. അപ്പോൾ ഇഞ്ചിൽ വരുന്ന സമയത്ത് 2.25 ഇഞ്ചിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് 2 ഇഞ്ചും. അപ്പോൾ അത് സെൻറ്റിമീറ്ററിൽ വരുന്ന സമയത്ത് 5 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും കൂട്ടിയിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 42.5 ഇഞ്ചാണ് ഉള്ളത്. 42 നിന്ന് നമ്മൾ 2 ഇഞ്ച് കൂട്ടുമ്പോൾ 44.5 ഇഞ്ച് കിട്ടും. അപ്പോൾ 44.5 ഇഞ്ച് കിട്ടിയ ആ 44.5 ഇഞ്ചിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ ഇപ്പോൾ ടോട്ടൽ അളവെടുത്തിട്ട് അതിൻ്റെ നേരെ പകുതിയാക്കാനല്ല പോകുന്നത്. അപ്പോൾ വിടുത്ത് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ടോട്ടൽ അളവെടുത്തിട്ടാണല്ലോ കൂട്ടി വെച്ചത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതിയല്ല ആക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പകുതിയാക്കുന്ന സമയത്ത് വരുന്നത് പറഞ്ഞാൽ 44.25 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 44.5 പകുതി എന്ന് പറയുമ്പോൾ 22.25 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ സ്ലൈഡിങ് ഗ്ലാസ് ഫ്രെയിം കട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹൈറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഹൈറ്റിൽ നമുക്ക് വേണ്ടത് 54.18 ഇഞ്ചാണ്. അപ്പോൾ അങ്ങനെ 54.18 ഇഞ്ച് വരുന്ന അളവിൽ ആവശ്യമായ എണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലോക്ക് സൈഡ് വരുന്ന സമയത്ത് ഇതിന് ചെറിയൊരു ട്രാജഡി ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് ആ വീല് വരുന്ന ഭാഗം ഇറങ്ങൂല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കട്ടിങ് ഇട്ടിട്ട് ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് പൊട്ടിച്ച് കളയാം. അപ്പോൾ അങ്ങനെ തന്നെ കോർണർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ജനൽ ഫ്രെയിമിലേക്ക് ഇട്ടതിന് ശേഷം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പിടിക്കാനുള്ള സുഖം ഉണ്ടാകും. നമ്മൾ വിരലടുത്ത് കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് വെറുതെ വിരൽ കളയാൻ നിൽക്കണ്ട. ഇങ്ങനെ ഫ്രെയിമിലിട്ടിട്ട് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ കാണുന്നില്ലേ ബോക്സ് സൈഡിൽ നല്ല സ്മൂത്തായിട്ട് ഇറങ്ങുന്നില്ലേ. അപ്പോൾ ബോക്സ് സൈഡിന് വീല് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീല് സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ കോർണറിൻ്റെ അളവ് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവന്ന് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോർണർ അകത്തേക്ക് കയറില്ല. അപ്പോൾ എല്ലാ ഫ്രെയിമും ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അടുത്തായിട്ട് നമ്മളിത് സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇത് സെറ്റാക്കുന്ന സമയത്ത് ഇതിൻ്റെ ശരിക്കും ആദ്യം ചെയ്തവർക്കും ഈ ഒരു രീതിയിൽ ചെയ്യുന്നവർക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു സ്പീഡ് മനസ്സിലാവും. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് 4 സ്ക്രൂ 332 വിട്ടിട്ട് തന്നെ ചെറിയ സ്ക്രൂ വെച്ചാൽ മതിയാവും. ആ ഒരു വൃത്തിയേട് എന്ന് പറയുന്നത് ഈ ഒരു കട്ടിങ് ആണ്. അത് കാണുകയും ചെയ്യില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിങ്ങനെ 2 സ്ക്രൂ ഇങ്ങനെ വെച്ച് കൊടുക്കലും ഈസിയാണ്. അപ്പോൾ കാണാനും നല്ല 45 ജോയിൻറ്റും വൃത്തിയാണ്. മറ്റേത് നമ്മൾ എത്ര പണിയുണ്ട്. നമ്മൾ മറ്റേതാണെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പീസ് വെച്ച് മാർക്ക് ചെയ്ത് ആ ഹോള് കറക്റ്റ് അല്ലെങ്കിൽ സ്ക്രൂ ലൂസായി പോകും. ഇതൊന്നും പ്രശ്നമില്ല. 332 ബിറ്റിട്ട് നമുക്ക് ഏകദേശം ഒരു അളവ് വെച്ച് ഏത് ഭാഗത്തും സ്ക്രൂ ചെയ്യാം. കറക്റ്റ് അളവാകണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാരണ സ്ട്രൈറ്റ് സ്ക്രൂ വെച്ചിട്ട് ഹോളെല്ലാം അടിച്ച് മാർക്ക് ചെയ്ത് ചെയ്യുന്നതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കോടി പിരിഞ്ഞ് നിൽക്കും. പക്ഷെ ഇത് നിങ്ങളിങ്ങനെ എടുത്തിട്ട് കുലുക്കി നോക്കിയാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ ആശാരി എങ്ങനെ ആക്കിയിട്ടുണ്ടാവുക അതേ ലെവലിൽ നിൽക്കും. കാണുന്നില്ലേ, സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്കതിന് അടുത്തായിട്ട് ഇത് ലോക്ക് സൈഡ് ഫിറ്റാക്കാം. അപ്പോൾ ലോക്ക് സൈഡ് ഫിറ്റാക്കുന്ന സമയത്ത് അടിഭാഗത്തേക്ക് ഇങ്ങനെ നേരത്തെ വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിനടുത്ത് ഫ്രെയിം കൂട്ടിയിട്ടാകുമ്പോൾ അത് കൊണ്ടുവച്ചിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മൾ ഫ്രെയിം ഫിറ്റാക്കേണ്ട സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫിറ്റാക്കുന്നില്ല. ഇതിൽ ഇനിയിപ്പോൾ ലോക്ക് ഫിറ്റാക്കാനുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ അളവെടുത്ത് ഗ്ലാസ് ഇടാനുണ്ട്, സ്ട്രിപ്പ് ഇടാനുണ്ട്. അങ്ങനെ തന്നെ എല്ലാവരും വെക്കുന്ന പോലെ മാരുതി ലോക്കല്ല നമ്മൾ വെക്കുന്നത്, സ്റ്റാർ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലോക്കാണ്. അപ്പോൾ ഈ സ്റ്റാർ ലോക്ക് 2 തരത്തിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് നമ്മൾ ഈ ഗ്ലാസ് ഫ്രെയിമിൻ്റെ മുകളിലോ അതുപോലെ തന്നെ ഒന്ന് നമ്മൾ ഈ മെയിൻ ഫ്രെയിമിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഈ 2 തരത്തിൽ ഫിറ്റ് ചെയ്യുന്നത് എന്തായാലും ഒരു വലിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.